ഹായ് ഗേസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു നിത്യ വഴുതനങ്ങ തീയലാണ്. അപ്പം ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇവിടുത്തെ പറമ്പിൽ നിന്നും പറിച്ച നിത്യവഴുതനങ്ങയാണ്. അപ്പോൾ ഇത് പറിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ രീതിയിലൊരു കറയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ ഇവിടെ കഴുകിയെടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. നിത്യവഴുതന ഞാൻ ഇവിടെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, കൊച്ചുള്ളിയാണ് നമുക്ക് തീയലിന് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളക് കൂടി കീറിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതാണ്. ആദ്യമേ തന്നെ ഞാൻ ഈ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ തേങ്ങ ഈ ഒരു ബ്രൗൺ നിറത്തിൽ ഇവിടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച നിത്യവഴുതനങ്ങയും കൊച്ചുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ സാധാരണയായി തീയലിന് അരയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുക്കും, അതിലേക്ക് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കും. അപ്പം നമ്മൾ തീയലിന് അരയ്ക്കുമ്പം ഒരുപാടൊന്നും വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ വഴുതനങ്ങ ഇതുപോലെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആദ്യമേ തന്നെ വഴറ്റിയപ്പോൾ ചേർത്തതാണ്. അപ്പം നമ്മൾ അത് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് നന്നായി തിളപ്പിക്കാം. കറി ഇതുപോലെ നല്ല തിളച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിഴുപുളിയാണ്. ഞാൻ ഇവിടെ പിഴുപുളി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. അങ്ങനെ നമ്മുടെ നിത്യവഴുതനങ്ങ തീയൽ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.